أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر إلى الذي حاج إبراهيم في ربه أن آتاه الله الملك إذ قال إبراهيم ربي الذي يحيي ويميت قال أنا أحيي وأميت قال إبراهيم فإن الله يأتي بالشمس من المشرق فأت بها من المغرب فبهت الذي كفر والله لا يهدي القوم الظالمين. അർത്ഥം: അള്ളാഹു തനിക്ക് ആധിപത്യം നൽകിയത് നിമിത്തം ഇബ്രാഹീമിനോട് അദ്ദേഹത്തിൻ്റെ നാഥനെ സംബന്ധിച്ച് തർക്കിച്ചവനെ പറ്റിയുള്ള വിവരം നിനക്ക് ലഭിച്ചിട്ടില്ലേ? എൻ്റെ നാഥൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണ് എന്ന് ഇബ്രാഹിം പറഞ്ഞപ്പോഴാണ് അതുണ്ടായത്. അവൻ പറഞ്ഞു, ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. ഇബ്രാഹിം പറഞ്ഞു, എന്നാൽ അള്ളാഹു സൂര്യനെ കിഴക്ക് നിന്ന് കൊണ്ടുവരുന്നവനാണല്ലോ, നീ അതിനെ പടിഞ്ഞാറ് നിന്ന് കൊണ്ടുവരിക. അപ്പോൾ ആ അവിശ്വാസി അമ്പരന്നു നിശബ്ദനായി. അള്ളാഹു അധർമ്മികളായ ജനങ്ങളെ വിജയമാർഗത്തിൽ നയിക്കുകയില്ല. സൂറത്തുൽ ബഖറയിലെ 259 വചനവും അതിൻ്റെ അർത്ഥവുമാണ് നിങ്ങളിപ്പോൾ ഇവിടെ ശ്രവിച്ചത്. ഈ ആയത്തിൻ്റെ വിശദീകരണം ഹസരത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ തഫ്സീർ കബീറിനെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ ദർസിൽ നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൻ്റെ ആദ്യത്തെ ഭാഗം കഴിഞ്ഞ ദർസിൽ നാം ചർച്ച ചെയ്യുകയുണ്ടായി. അതിൽ ഇബ്രാഹിം നബിയും നമ്രൂദും തമ്മിൽ നടന്ന സംവാദത്തെക്കുറിച്ചുള്ള പരമ്പരാഗത ഖുർആൻ വ്യാഖ്യാതാക്കൾ നൽകിയ വിശദീകരണങ്ങളിലെ പോരായ്മകളും അതോടൊപ്പം ജൂയിഷ് എൻസൈക്ലോപീഡിയയിലും താൽമൂദിലും ഈ സംഭവത്തെക്കുറിച്ച് വന്നിട്ടുള്ള പരാമർശങ്ങളും നാം വിശദീകരിക്കുകയുണ്ടായി. താൽമൂദിലെ പരാമർശങ്ങളിൽ കാര്യങ്ങളുടെ മുൻപിൻ ക്രമം മാറിപ്പോയിട്ടുണ്ടെന്നും അത് നാം മനസ്സിലാക്കി. ഇനി നമുക്കിതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് കടക്കാം. യഹൂദ ഗ്രന്ഥങ്ങളിലെ വിവരണങ്ങളെക്കാൾ എന്തുകൊണ്ടും വിശുദ്ധ ഖുർആനിലെ വിവരണമാണ് ഏറ്റവും ശരിയും യുക്തിഭദ്രവും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഒന്നാമതായി, തർക്കങ്ങളിൽ വാദങ്ങൾ താഴെ നിന്ന് മുകളിലേക്കാണ് പുരോഗമിക്കുന്നത്. അതുകൊണ്ട് ജീവൻ്റെയും മരണത്തിൻ്റെയും പരാമർശം തീർച്ചയായും സൂര്യൻ്റെ പരാമർശത്തിന് മുമ്പായിരിക്കണം, അതിനുശേഷമല്ല. രണ്ടാമതായി, നമ്രൂദ് നിശബ്ദനായെന്ന പരാമർശം ഈ സംഭവം ഏറ്റവും അവസാനമാണ് നടന്നതെന്ന് വ്യക്തമാക്കുന്നു. മൂന്നാമതായി, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്രൂദിൻ്റെ മുന്നിൽ ഹാജരാക്കപ്പെട്ടത് വിഗ്രഹങ്ങളെ തകർത്ത കുറ്റത്തിനായിരുന്നു. ഞാൻ ദൈവമാണ് എന്ന അവൻ്റെ അവകാശവാദം തർക്കത്തിനിടയിൽ പിന്നീട് ഉയർന്നു വന്നതാണെന്ന് മനസ്സിലാക്കാം. അല്ലാത്ത പക്ഷം ആ സംസാരത്തിന് ഒരു പൊരുത്തവുമില്ലാതെ വരും. രാജാവുമായുള്ള തർക്കം തൻ്റെ രക്ഷിതാവിനെ കുറിച്ചായിരുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നത്. അതായത് ഏകദൈവത്തെക്കുറിച്ചുള്ള തർക്കത്തിനിടയിൽ രാജാവ് പറഞ്ഞു, നോക്കൂ, ഞാൻ നിന്നെ നശിപ്പിച്ചു കളയും, കാരണം ഞാനാണ് ഭരണാധികാരി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നാശവും നിലനിൽപ്പും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്. ഇതിനു മറുപടിയായി അവൻ ഈ ജീവിപ്പിക്കലും മരിപ്പിക്കലും തന്നിലേക്ക് ചേർത്ത് പറഞ്ഞു. അത് തൻ്റെ അധികാരത്തിലാണെന്ന് വാദിച്ചു. അപ്പോൾ അദ്ദേഹം അവനെ ആദ്യത്തെ വാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പിടികൂടി. അങ്ങനെയെങ്കിൽ സൂര്യൻ നിരർത്ഥകമാണല്ലോ എന്ന് ചോദിച്ചു. അതോടെ അവൻ നിശബ്ദനായി. ഈ സംഭവത്തിലെ പേരുകൾ തുടങ്ങിയവയിൽ വ്യത്യാസങ്ങളുണ്ടെങ്കിലും യഹൂദ ചരിത്രത്തിൽ ഈ സംഭവം വിവരിച്ചിട്ടുള്ള രീതിയിൽ നിന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്ന അതേ സംഭവമാണിതെന്ന് വ്യക്തമായി മനസ്സിലാക്കാം. ഇതിലേക്ക് അലം തറ എന്ന വാക്കുകളും വിരൽ ചൂണ്ടുന്നു. കാരണം ഒട്ടും പ്രസിദ്ധമല്ലാത്ത ഒരു സംഭവത്തെക്കുറിച്ച് അലം തറ, അതായത് നീ കണ്ടില്ലേ, അറിഞ്ഞില്ലേ എന്ന പദം ഉപയോഗിച്ച് സൂചിപ്പിക്കാനാവില്ല. എന്നാൽ യഹൂദ വിവരണങ്ങൾ പതിവ് പോലെ മുൻപിൻ ഭാഗങ്ങൾ പരസ്പരം മാറിപ്പോയിട്ടുണ്ട്. അതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും നമ്രൂദും തമ്മിലുള്ള ഈ തർക്കം അദ്ദേഹം കനാനിലേക്ക് വരുന്നതിന് മുമ്പാണ് നടന്നതെന്നും താൽമൂദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എൻ്റെ അഭിപ്രായത്തിൽ
എൻ്റെ രക്ഷിതാവ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്രൂദിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ബാഹ്യമായ അർത്ഥത്തിലുള്ള ജീവനും മരണവുമായിരുന്നില്ല, മറിച്ച് വിജയവും പരാജയവും മാനവും അപമാനവും അഭിവൃദ്ധിയും നാശവും ആയിരുന്നു അദ്ദേഹം അതുകൊണ്ട് അർത്ഥമാക്കിയത്. അള്ളാഹു അദ്ദേഹത്തിന് കനാൻ ദേശം നൽകുമെന്നും അദ്ദേഹത്തിൻ്റെ സന്താനങ്ങൾക്ക് അസാധാരണമായ പുരോഗതി കൈവരിക്കാൻ കഴിയുമെന്നും അള്ളാഹു വാഗ്ദാനം നൽകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തൻ്റെ രക്ഷിതാവ് ജീവിപ്പിക്കാനും മരിപ്പിക്കാനുമുള്ള ഗുണവിശേഷമുള്ളവനാണെന്ന് അദ്ദേഹം പറഞ്ഞത്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആദരവ് നൽകുന്നു, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ നിന്ദ്യരാക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ വിജയിപ്പിക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ പരാജയപ്പെടുത്തുന്നു, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആധിപത്യം നൽകുന്നു, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ തോൽപ്പിക്കുന്നു. ഇത് കേട്ടപ്പോൾ അവൻ പറഞ്ഞു, ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് പുരോഗതി നൽകാനും ഞാൻ ഉദ്ദേശിക്കുന്നവരെ നിന്ദ്യരാക്കാനും എൻ്റെ അധികാരത്തിലും സാധിക്കുന്ന കാര്യമാണ് എന്ന് അവൻ വാദിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ സൂര്യൻ അവരുടെ ഏറ്റവും വലിയ ദൈവമായാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. രാജാവും അതിനെ ആരാധിച്ചിരുന്നു. അതിനാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവന് മറുപടിയായി പറഞ്ഞു, അള്ളാഹു ഈ ലോകത്ത് ഒരു വ്യവസ്ഥിതി നടപ്പിലാക്കിയിട്ടുണ്ട്. അവൻ സൂര്യനെ കിഴക്കുനിന്ന് ഉദിപ്പിക്കുകയും അതുവഴി ലോകത്തിന് പ്രയോജനം നൽകുകയും ചെയ്യുന്നു. എന്നാൽ ലോകത്തിന് പ്രയോജനം നൽകുന്നത് നിൻ്റെ അധികാരത്തിലാണെങ്കിൽ ഈ ഉദിച്ചു നിൽക്കുന്ന സൂര്യനെ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് തിരികെ കൊണ്ടുപോവുക. അതൊരു പകൽ സമയമായിരുന്നു. സൂര്യൻ ഉദിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിനെ തിരികെ കൊണ്ടുപോവുക, അതായത് അതിനെ പിന്നോട്ട് കൊണ്ടുപോവുക എന്നാണ് ആവശ്യപ്പെട്ടത്. അഥവാ അതിനെ പടിഞ്ഞാറ് നിന്ന് ഉദിപ്പിക്കുക എന്ന് പറഞ്ഞു. അതായത് അതിനു മുകളിൽ നിൻ്റെ അധികാരം സ്ഥാപിച്ചു കാണിക്കുക എന്ന് പറയുന്നത് പോലെയായിരുന്നു അത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉദ്ദേശം ഇതായിരുന്നു. ലോകത്തിൻ്റെ ഗുണദോഷങ്ങൾ നിൻ്റെ കൈകളിലാണെങ്കിൽ പിന്നെ സൂര്യൻ എന്താണ് ചെയ്യുന്നത്? ഇനി സൂര്യനാണ് ഗുണദോഷങ്ങൾ വരുത്തുന്നതെങ്കിൽ നീ ഗുണദോഷങ്ങൾ നൽകുന്നവനാണെന്നും എല്ലാത്തിൻ്റെയും ഉടമസ്ഥനാണെന്നുമുള്ള നിൻ്റെ വാദം തികച്ചും അടിസ്ഥാനരഹിതമാണ്. ഇതിനു മുന്നിൽ ചരിത്രം വ്യക്തമാക്കുന്നത് പോലെ അവൻ ഉത്തരം മുട്ടി നിശബ്ദനായിപ്പോയി. കാരണം അവൻ അതിന് മറുപടി പറഞ്ഞിരുന്നെങ്കിൽ ഒന്നെങ്കിൽ അവന് പറയേണ്ടി വരുമായിരുന്നു, എനിക്ക് ഗുണദോഷങ്ങൾ ചെയ്യാൻ കഴിയില്ല, മറിച്ച് സൂര്യനാണ് അത് ചെയ്യുന്നത്. പുരോഗതിയും പതനവും അതിൻ്റെ അധികാരത്തിലാണ്, എൻ്റെ അധികാരത്തിലല്ല. അവനങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു എന്ന അവൻ്റെ വാദം പൊളിയുമായിരുന്നു. ഇനി അവൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഞാൻ തന്നെയാണ്, സൂര്യനല്ല, ഗുണദോഷങ്ങൾ എൻ്റെ അധികാരത്തിലാണ്, സൂര്യൻ്റെ അധികാരത്തിലല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവൻ്റെ ജനത അവന് ശത്രുക്കളായി മാറുമായിരുന്നു. കാരണം അവർ സൂര്യനെ ആരാധിക്കുന്നവരായിരുന്നു. മാത്രമല്ല അവൻ തന്നെയും സൂര്യനെ ആരാധിച്ചിരുന്നു. ഈ കാരണം കൊണ്ടാണ് അവൻ യാതൊരു മറുപടിയും നൽകാൻ കഴിയാതെ നിശബ്ദനായി നിൽക്കേണ്ടി വന്നത്. ഈ സംഭവത്തിലൂടെ അല്ലാഹു വലിയുല്ലസീന ആമനു യുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലന്നൂർ എന്നതിൻ്റെ പ്രായോഗിക തെളിവ് അള്ളാഹു നൽകിയിരിക്കുകയാണ്. അതായത് അള്ളാഹു വിശ്വസിച്ചവരുടെ രക്ഷാധികാരിയാകുന്നു. അവൻ അവരെ അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്നു. കൂടാതെ തൻ്റെ ദാസന്മാരുടെ പ്രതിസന്ധികളിൽ നാം അവരെ എങ്ങനെ സഹായിക്കുന്നവനും അവരെ അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്കും പരാജയങ്ങളിൽ നിന്ന് വിജയങ്ങളിലേക്കും നാം എങ്ങനെ നയിക്കുന്നുവെന്നും അള്ളാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ഇതോടെ ഈ ആയത്തിൻ്റെ വിശദീകരണം ഇവിടെ അവസാനിക്കുകയാണ്. ജസാക്കുമുല്ലാഹു വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.